കാന്താരയും KGF-ഉം ബാഹുബലിയുമെല്ലാം കേരളത്തിലെ പ്രേക്ഷകർ ആഘോഷമാക്കിയപ്പോൾ ഇങ്ങനെ ഒരു ബ്രഹ്മാണ്ഡ ചിത്രം എപ്പോഴാണ് മലയാളത്തിന്റെ ക്യാൻവാസിൽ ഒരുങ്ങുക എന്നുള്ള ചോദ്യം ആകാംക്ഷയും ഒക്കെ ഉണ്ടായിരുന്നു. ഖുറേഷി അബ്രാമും സയ്യിദ് മസൂദും തന്നെയാണ് സിനിമയുടെ പ്രധാനപ്പെട്ട അണിയറ ശില്പികൾ. അതായത് പൃഥ്വിരാജും മോഹൻലാലും തന്നെ ഇരുവരെയും ഈ രണ്ട് അച്ചുതണ്ടിൽ തന്നെയാണ് എമ്പുരാനും പ്രേക്ഷകർക്ക് മുന്നിൽ എത്തുകയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ തിരുവനന്തപുരംകാരെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ അഭിമാനത്തിനുള്ള വകയുണ്ട്. രണ്ട് തിരുവനന്തപുരംകാരാണ് ഈ പടത്തിന്റെ അമരക്കാർ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് തിരുവനന്തപുരത്തെ പ്രേക്ഷകർ ഈ സിനിമ തിയേറ്ററിലെത്തിയപ്പോൾ പ്രതികരിക്കുന്നത് എന്ന് കൂടി നോക്കാം. നല്ല പടം എല്ലാരും കണ്ടിട്ട് അഭിപ്രായം പറയും. പിന്നെ എല്ലാ മാസം ഞാൻ എന്തായാലും പറഞ്ഞ സ്പോയിലർ ആയിപ്പോ അതുകൊണ്ടാണ് അതിന്റെ ക്ലൈമാക്സ് പഞ്ചൊക്കെ യു ഷുഡ് വാച്ച്. വെരി എക്സൈറ്റിംഗ്. സെക്കൻഡ് ഹാഫ് ഒക്കെ അടിപൊളിയായിട്ടുണ്ട്. സൂപ്പർ പൊളിപ്പടം. പൊളി എന്ന് പറഞ്ഞാൽ പൊളി. സെക്കൻഡ് ഹാഫ് കിടുത്തു പൊളിച്ച്. ലാലേട്ടന് മാസാണ് മാസ്. അടിപൊളി പടം. അടിപൊളി. മോഹൻലാലിന്റെ പൃഥ്വിരാജിന്റെ പെർഫോമൻസ് ഒക്കെ ഒരു രക്ഷയില്ല. അടിപൊളി. മോഹൻലാലിന്റെ കംബാക്ക് നന്നായിട്ട് ചെയ്തിട്ടുണ്ട് പടം. പിന്നെ റൊമാൻറ്റിഫിക്കേഷൻ ഒരു ഒത്തിരി സീനുകളുണ്ട്. പഴയ ഫസ്റ്റ് പാർട്ടിൽ നിന്ന് എടുത്ത് നോക്കുമ്പോഴത്തേക്കും നല്ല ഇമ്പ്രൂവ്മെന്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല ഫ്രെയിമുകളായാലും നല്ല പക്ക ക്വാളിറ്റി തന്നെയാണ് പൃഥ്വിരാജ് ചെയ്തിട്ടുണ്ടെങ്കിൽ. പിന്നെ അടുത്ത പാർട്ടിനായിട്ട് വെയിറ്റിംഗ് ആണ്. മൂന്നാം ഭാഗത്തിനായിട്ട് കാത്തിരിക്കുന്ന ആരാധകരുടെ പ്രതികരണങ്ങളാണ്. ഇതേ പ്രതികരണമാണോ കോഴിക്കോടുമുള്ളത്? MS അനീഷ് കുമാറും അന്ന് പ്രേക്ഷകരോട് ചോദിച്ചിരുന്നു. ആ പ്രതികരണങ്ങൾ കൂടി കേൾക്കാം. അടിപൊളിയാട്ടാ, ഒന്നും പറയാനില്ല. ഇനി ആരോടൊന്നും പറയാനില്ല. അത്രയ്ക്കും കിട്ടുന്നത് ലൂസിഫറിനെക്കാളും മുകളില, അതിനും മുകളില. ഒന്നും പറയില്ല. L3 വെയിറ്റ് ചെയ്യാൻ സസ്പെൻസ് ഉണ്ട്. എല്ലാ സസ്പെൻസും ഉണ്ട്. അടുത്തതിൽ പ്രണവ് മോഹൻലാൽ അറിയില്ല. കണ്ടെന്നെ പറയണം. നമ്മളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇനി എത്രയോ ആൾക്കാർ കാണാണ്ട് ഒരു കാണട്ടെ. അടിപൊളി പടം. പിന്നെ തേർഡിന് വെയിറ്റിംഗ്. L3 കാണാൻ വെയിറ്റിംഗ്. ഇഷ്ടപ്പെട്ടോ? എങ്ങനെയുണ്ട് പടം? സൂപ്പർ. അടിപൊളിയാ? അടിപൊളി പടം. നല്ല ഇംഗ്ലീഷ് സ്റ്റൈലുണ്ട്. ഗംഭീരം. സൂപ്പർ. പൊളിച്ചു. അടിപൊളി. അടിപൊളി. സൗണ്ടൊക്കെ പോയി ഒന്നുമില്ല. പിന്നെ അതിലും വലുത് പ്രതീക്ഷപ്പുറ. ചെറുത് ഇത് വലുത്. പൃഥ്വിരാജ് പറഞ്ഞ ചെറിയ പടമല്ല. അപ്പൊ ഇനി വലുത് എങ്ങനെയായിരിക്കും? അത് L3 വരും. അതില് വലുതുണ്ടാവും. ഒന്നും പറയല്ല. എന്താ പറയില്ല. ലാലേട്ടൻ കാമർത്തു. ഇതാണ് പടം. ഹോളിവുഡ് സിനിമ. ഹോളിവുഡ് കത്തി കയറി. മോളിവുഡ് അല്ല, ബോളിവുഡ് അല്ല, ഹോളിവുഡ് അല്ല. അതിനെ കാട്ടും മേലെ. സ്റ്റീഫൻ നെടുമ്പള്ളി ഖുറേഷി അബ്രാമായി എത്തുമ്പോൾ എങ്ങനെയാണ് കോട്ടയംകാർ സിനിമയെ സ്വീകരിച്ചത്? കോട്ടയത്തു നിന്നുള്ള പ്രതികരണം. എന്തായാലും കോട്ടയത്തും എമ്പുരാന് വലിയ സ്വീകരണമാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഫാൻ ഷോ കഴിഞ്ഞ് പുറത്തിറങ്ങിയ ആരാധകരുടെ വലിയ ആഹ്ലാദം തന്നെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. കോട്ടയത്ത് നഗരത്തിൽ ഏതാണ്ട് ഒരു സ്ക്രീൻ ഒഴികെ, ഒരു തിയേറ്റർ ഒഴികെ ബാക്കി എല്ലാ തിയേറ്ററിലും എമ്പുരാൻ നിറഞ്ഞാടുന്ന കാഴ്ചയാണല്ലോ. നമുക്ക് ദൃശ്യങ്ങളിലേക്ക് പോകാം. ഇവിടെ കാവടിയും മറ്റ് ആഘോഷങ്ങളും ഒക്കെ ആയി ഇവരിങ്ങനെ ആഘോഷിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഫാൻസ് ആനന്ദ നൃത്തമാടുന്ന കാഴ്ച മോഹൻലാൽ ആരാധകർ ഏതാണ്ട് വലിയ രീതിയിൽ ആഘോഷിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. എങ്ങനെയുണ്ട് ബ്രോ പടം? നമുക്ക് കൂടുതൽ എങ്ങനെയുണ്ട്? അടിപൊളി. നമുക്ക് കൂടുതൽ എങ്ങനെയുണ്ട്? അടിപൊളി സീം പടം. എന്തായാലും ഇത് തന്നെയാണ് പൊതുവെ ഏതാണ്ട് എല്ലായിടത്തും എല്ലാവരും പറയുന്ന ഒരു പ്രതികരണം ഇത് തന്നെയാണ്. ഇത് അഭിലാഷ് തിയേറ്ററിന്റെ മുന്നിലെ കാഴ്ചയാണ്. തിയേറ്റർ വലിയൊരു
പൂരപ്പറമ്പായി മാറി നിൽക്കുന്ന കാഴ്ച തന്നെ നമുക്ക് കാണാൻ സാധിക്കും. എല്ലാവരും കറുപ്പ് അണിഞ്ഞുകൊണ്ടാണ് കൂടുതൽ ഫാൻസും എത്തിയിരിക്കുന്നത്. അവർ ഈ സിനിമ വലിയൊരു ആഘോഷമാക്കിയിരിക്കുകയാണ്. ഇതാ നോക്കൂ, ഇപ്പുറത്ത് കാവടിയും മറ്റുമായുള്ള ആഘോഷം തുടർന്ന് തൊട്ടടുത്ത ഷോയ്ക്ക് പ്രേക്ഷകർ എത്തിത്തുടങ്ങിയിട്ടുണ്ട്. ഇതിനകം തന്നെ തിയേറ്റർ നിറഞ്ഞു നിൽക്കുന്ന ഒരു കാഴ്ചയാണ് ഉള്ളത്. നമുക്ക് ഇവിടെയൊക്കെ ആളുകളുണ്ട്. കണ്ടോ പടം കണ്ടോ? നല്ലോണം രസം. എങ്ങനെ ആരാ കൂടുതൽ ഗംഭീരായത്? ലാലേട്ടൻ തന്നെ. സൂപ്പർ രോമാഞ്ചം. സസ്പെൻസ് അങ്ങനെ ഉണ്ടോ? ആരെങ്കിലും താരങ്ങൾ? ഇത് പടം കാണണം ചേട്ടാ, കണ്ടാലേ അത് പറയും. ഇപ്പൊ സ്പോയിലർ ആവുന്നതുകൊണ്ട് പറയില്ല. ഇപ്പൊ എന്തായാലും പറയുന്നില്ല, ആളുകൾ കാണണം, കണ്ടാലേ മനസ്സിലാവും. എങ്ങനെയുണ്ടായിരുന്നു ബ്രോ? സൂപ്പർ, അടിപൊളി, പൊളിച്ചടുക്കി. ഒരു ഇംഗ്ലീഷ് പടം കണ്ടിറങ്ങുന്ന ഫീലായിരുന്നു. ടെക്നിക്കലി ഒക്കെ അത്ര അടിപൊളി, എല്ലാം വിഷ്വലും എല്ലാം കൂടെ സൂപ്പർ. എങ്ങനെയുണ്ടായിരുന്നു? ശരിക്കും കാശെറിഞ്ഞിട്ടുണ്ട്. സൂപ്പറാണ്. എന്തായാലും ഇത് തന്നെയാണ് വലിയ സന്തോഷം. തീർച്ചയായും മലയാള സിനിമയുടെ ഒരു വലിയ ആഘോഷമായി തന്നെ ഇത് മാറുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കാരണം ഇത്രത്തോളം വലിയ സിനിമ ഇന്ത്യ മുഴുവൻ, ലോകം മുഴുവൻ ആഘോഷിക്കപ്പെടുന്ന ഒരു സിനിമ എന്ന നിലയിൽ എമ്പുരാൻ കത്തിക്കയറുന്നു. അതിന്റെ ആഘോഷം, അതിന്റെ ആഹ്ലാദം പ്രത്യേകിച്ച് മോഹൻലാൽ ഫാൻസുകാർക്കും ഉണ്ട് എന്ന് തന്നെ നമുക്ക് നിസ്സംശയം പറയാം. അവർ ആനന്ദ നൃത്തം ആടുന്ന കാഴ്ച തന്നെയാണ് ഉള്ളത്. എന്തായാലും വലിയ ആഘോഷം തന്നെ തുടരുകയാണ്. ഒരു ഷോ കഴിഞ്ഞ് ആരാധകർ മാറുന്നില്ല. തൊട്ടടുത്ത ഷോയ്ക്ക് വേണ്ടിയുള്ള തിരക്ക് വലിയ ആഘോഷമായി തന്നെ എമ്പുരാൻ മാറിക്കഴിഞ്ഞിരിക്കുന്നു തിയേറ്ററുകളിൽ. അതാണ് കോട്ടയത്ത് നമുക്ക് കാണാൻ കഴിയുന്നത്. കൊച്ചിയിലോട്ട് പോകുമ്പോൾ കൊച്ചിയിലാണ് എമ്പുരാന്റെ താരനിര സിനിമ കാണാൻ എത്തിയത്. മോഹൻലാലും പൃഥ്വിരാജും മഞ്ജു വാര്യരും ടൊവിനോ തോമസും എല്ലാവരും. എങ്ങനെയാണ് കൊച്ചിയിലെ പ്രേക്ഷകർ എമ്പുരാനെ കണ്ടത്? എമ്പുരാനെ എങ്ങനെയാണ് വരവേറ്റത്? പ്രതികരണങ്ങളിലേക്ക്. ഒന്നും പറയാനില്ല മക്കളെ. സംതിങ് an experience. Okay, you should watch. ക്രൗഡിന്റെ കൂടെ അല്ലെങ്കിൽ ഫാൻസിന്റെ കൂടെ കാണാൻ ഒരു വേറെ എക്സ്പീരിയൻസ് തന്നെയാണ്. And thank you so much for the experience and accepting us. Thank you so much. രാജുവിനെ കുറിച്ച് പറയേണ്ട ആവശ്യമുണ്ടോ? എന്ത് ചോദ്യം ഇതൊക്കെ. അടിപൊളി, ഒരു വാക്കുകളില്ല. പിന്നല്ല ഇനി എത്ര എണ്ണം കിടക്കുന്നു, എത്ര ഷോ ഇനി ബാക്കി കിടക്കുന്നു. പൊളിച്ചിരിക്കും. ഈ ഷോ കണ്ടതിന്റെ ഒരു എക്സ്ട്രാ എനർജി നമുക്ക് ഫീൽ ചെയ്യും. ആണ് നമ്മൾ രാവിലെ തന്നെ വന്ന് കണ്ടത്. ലാലേട്ടന്റെ ഒപ്പം രാജുവിന്റെ ഒക്കെ ഒപ്പം ഇരുന്ന് കാണാൻ പറ്റി. ഇനി വന്ന് പടം അടിക്കും, നമ്മള് കൊലത്തൂക്കായിരിക്കും. ഉറപ്പായിട്ടും മലയാള ഇൻഡസ്ട്രിക്കും മലയാളി ഓഡിയൻസും എല്ലാവർക്കും നമ്മുടെ ഒരു വലിയ ഡ്രീം അല്ലേ, അത് അടിപൊളിയായിരുന്നു. അടിപൊളി സിനിമയാണ്, സൂപ്പർ എക്സ്പീരിയൻസ് ആണ്. അവരുടെ കോമ്പറ്റീഷൻ സീൻസ് ഫൈറ്റ് ഒക്കെ സൂപ്പർ തന്നെയാണ്. നമ്മൾ കാണുമ്പോഴേക്കും ഒരു ഹോളിവുഡ് സിനിമയാണെന്ന് തോന്നുന്നു. സോ ഗുഡ്. ഇനി നെയ്യാറ്റിൻകരയിൽ നിന്ന് എങ്ങനെയാണ് പ്രേക്ഷകർ എമ്പുരാനോട് പ്രതികരിച്ചത്? അത് കാണാം. എങ്ങനെയുണ്ടായിരുന്നു? രക്ഷയില്ലേട്ടാ, കിടിലം പടം, കിടിലം. എങ്ങനെയുണ്ടായിരുന്നു പടം? എങ്ങനെയുണ്ടായിരുന്നേ? ഗംഭീരം, സൂപ്പർ. ഇഷ്ടപ്പെട്ടു. എങ്ങനെയാണ് മേക്കിംഗ് ഒക്കെ എങ്ങനെയായിരുന്നു? അടിപൊളി, സൂപ്പർ. രാവിലെ എത്തിയായിരുന്നു? രാവിലെ 5:30 എത്തി. എങ്ങനെയുണ്ടായിരുന്നു സിനിമ? എങ്ങനെയുണ്ടായിരുന്നു? സൂപ്പറായിരുന്നു. എപ്പോഴെത്തി? രാവിലെ എത്തി, 5:30 എത്തി. എങ്ങനെയുണ്ട് പൃഥ്വിരാജിന്റെ മേക്കിംഗ് ഒക്കെ എങ്ങനെയുണ്ട്? എല്ലാം സൂപ്പർ, അടിപൊളി. സ്ക്രിപ്റ്റ് എല്ലാം ഓക്കെ. സിനിമ ഇഷ്ടപ്പെട്ടു? എല്ലാം ഓക്കെ. ഓക്കെ. എങ്ങനെയുണ്ടായിരുന്നു പടം? എങ്ങനെയുണ്ടായിരുന്നു? പടം സൂപ്പറാണ്, ഇന്റർനാഷണൽ ലെവലാണ്, വേറെ ലെവൽ. ലാലേട്ടൻ അടിപൊളി, ഡയറക്ഷൻ സൂപ്പറാണ്. എന്തായാലും ഇഷ്ടപ്പെട്ടു. സൂപ്പർ. മോനുമായിട്ടാണ് എത്തിയത്? അതെ. മോനാണ്. എങ്ങനെയാണ് പടം? പടം എങ്ങനെയുണ്ടായിരുന്നു? പടം സൂപ്പറായിരുന്നു. മോഹൻലാലിനെ നല്ല ഇഷ്ടപ്പെട്ടു. മോഹൻലാൽ മാമനെ ഇഷ്ടമാണോ? എന്താണ് ഏറ്റവും ഇഷ്ടപ്പെട്ടു? അടിയൊക്കെ ഇഷ്ടപ്പെട്ടോ? ശരി. എങ്ങനെ മൊത്തത്തിൽ ഇഷ്ടപ്പെട്ടു? സെറ്റപ്പ് അടിപൊളിയാണ്. നല്ല ഒരു ക്ലൈമാക്സും ഒരു രക്ഷയില്ല. ബൊമ്പർ ഹിറ്റ് ആയിരിക്കും. ബൊമ്പർ ഹിറ്റ്. ഇനി പല ഭാഗങ്ങളിൽ നിന്നുള്ള പ്രതികരണങ്ങളാണ് വരുന്നത്. ഇന്ന് രാവിലെ തൊട്ട് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരു സിനിമയ്ക്ക് ഒരു വരവേൽപ്പും ലഭിച്ചിട്ടില്ല. കായംകുളത്ത് നിന്നുള്ള പ്രേക്ഷക പ്രതികരണങ്ങളിലേക്ക്. പറയാനൊന്നുമില്ല, അടിപൊളി സെറ്റായിരുന്നു. അടിച്ചു പൊളിച്ച രസം ഉണ്ടായിരുന്നു. മോഹൻലാലിന്റെ ആക്ടിങ് അടിപൊളിയായിരുന്നു. പൃഥ്വിരാജിന്റെ
അടിപൊളി. It's a benchmark of future Malayalam film. Prithviraj and Mohanlal acting extraordinary. It's a very extraordinary film. Very super nice. കായംകുളത്ത് നിന്ന് ഇനി കാസർഗോട്ടേക്ക്. കാസർഗോട്ട് എന്തു പറയുന്നു പ്രേക്ഷകർ? കിടില ആക്ടിങ്, സൂപ്പർ. പൃഥ്വിരാജ് സൂപ്പർ, സൂപ്പർ. ലാലേട്ടൻ തകർത്തു. അടിപൊളി പടം, രക്ഷയില്ല. ഒരു ഹോളിവുഡിനെ വെല്ലുന്ന രീതിയിലാണ് സംവിധായകനും. തിരക്കഥ ഒരു രക്ഷയുമില്ല. മോഹൻലാൽ നല്ല ഭംഗിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഇത്രയും നല്ല കാത്തിരുന്ന ഒരു പടം തന്നെയാണ് നമ്മൾ കിട്ടിയിരിക്കുന്നത്. താങ്ക് യു. കേരളത്തിലും ഇന്ത്യയിലും മാത്രം ഒതുങ്ങുന്നില്ല മലയാളികൾ. സ്വാഭാവികമായിട്ടും ഗൾഫ് രാജ്യങ്ങളിലെ മലയാളികൾ വലിയ ആഘോഷമാണ് മലയാള സിനിമയ്ക്കൊക്കെ. ഈയിടെ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ആ തരത്തിലുള്ള പ്രൊമോഷനൊക്കെയാണ് നടക്കുന്നത്. പക്ഷേ അമേരിക്കയിൽ പോലും മലയാളികൾ രാവിലത്തെ ഷോ പോയി കണ്ട സിനിമ കൂടിയാണ് എമ്പുരാൻ. ഏത് തരത്തിലാണ് അമേരിക്കയിലെ വിദേശ മലയാളികൾ കൂടി എമ്പുരാൻ ആഘോഷമാക്കിയതെന്നതാണ്. Prithviraj's Empuran is a cinematic masterpiece that blends intense action, emotional depth, and stunning visuals in an unforgettable epic movie. With this movie, Prithviraj has elevated himself to the level of Martin Scorsese and Steven Spielberg. This movie is something to be proud of for all the Malayali community. ഇന്റർനാഷണൽ, ഗ്ലോബൽ, ഇനി പിടിച്ചാൽ കിട്ടൂല. Prithviraj stole this show. Lalatran was good. A very good story of revenge. Thank you. Very good. അടിപൊളി മൂവി. എമ്പുരാൻ ബോക്സ് ഓഫീസിലെ പുതിയ തമ്പുരാൻ. മൂവി പറയൂ. അടിപൊളി സിനിമ, അടിപൊളി. അടിപൊളി ആക്ഷൻ, വെരി ആക്ഷൻ, ഫുള്ള് വെടിവെപ്പാ, ഫുള്ള് വെടിവെപ്പ്. അടിപൊളി പടം.